അദ്ദേഹത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് തന്നെയാണ് കണ്ടിട്ടുള്ളത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റെ പ്രതിനിധിയായിട്ടല്ല CH കണ്ടിരുന്നത്. അതോടൊപ്പം തന്നെ ശ്രീ AK ആന്റണിയും ഉമ്മൻചാണ്ടിയും കണ്ടിട്ടുള്ളത് ഒരു പ്രത്യേക സമുദായത്തിന്, ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ ഭാഗമായിട്ടില്ല, കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു മുഖ്യമന്ത്രിയായിട്ടാണ് കണ്ടിട്ടുള്ളത്. കാരണം ഷാഫി ഉയർത്തിക്കൊണ്ടുവരുന്ന രാഷ്ട്രീയം ഇപ്പം നമുക്ക് വേറെ ഒന്നും വേണ്ട, സിദ്ദിഖിനെയും അതോടൊപ്പം തന്നെ ഷാഫി പറമ്പിലിനെയും ഒന്ന് അസസ് ചെയ്താൽ മതി. ഷാഫി പറമ്പിൽ ചിരിക്കുകയും എന്നാൽ പുറകിൽ നിന്ന് പണി തരികയും ചെയ്യുന്നയാളാണ്. എത്രയോ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഭാവി ഇല്ലാതാക്കിയ ഒരു ക്യാരക്ടറാണ് ഷാഫി എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ കേരളത്തിൽ താമസിക്കുന്ന മുസ്ലിങ്ങൾക്കൊക്കെ അവർ മതേതരവാദിയാണ് എന്ന് തെളിയിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. പണ്ടൊന്നും ഇങ്ങനെ ആയിരുന്നില്ല. സിദ്ദിഖിനെ കൽപ്പറ്റയിലെ സീറ്റ് നിഷേധിച്ചുകൊണ്ട് അവിടെ ഇപ്പോൾ ശ്രേയാംസ്കുമാറിനെ മത്സരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നതിന് പിന്നിലാരാണ്? ഷാഫി പറമ്പിലാണ്. തൻ്റെ കൂടെ പ്രബലമായ ഒരു സമുദായത്തിൻ്റെ പിന്തുണ തനിക്കുണ്ട്, അതുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം തന്നെ ഒരു ചുക്കും ചെയ്യില്ല എന്നുള്ളൊരു ധാർഷ്ട്യം, ആ ധാർഷ്ട്യത്തെ നമ്മൾ ഭയക്കണം. അത് മതേതരത്വമല്ലത്. ഈ പൊളിറ്റിക്കൽ ഇസ്ലാം എന്നൊരു കോൺസെപ്റ്റ് പോകുമ്പോൾ അത് മലയാളികൾ ഭയക്കേണ്ടതുണ്ട്. ലത്തീൻ സഭ ഇപ്പോൾ കോൺഗ്രസിനെ ത്രെട്ട് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ? തൃശ്ശൂർ രൂപത കോൺഗ്രസിനെ ത്രെട്ട് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ? നമസ്കാരം. കേരളത്തിൻ്റെ ഒരു ചരിത്രം എടുത്ത് നോക്കിയാൽ മുസ്ലിം സമുദായത്തിൽ നിന്ന് മുഖ്യമന്ത്രിയെ ആകെ ഒരാളേ ഉള്ളൂ, CH മുഹമ്മദ് കോയ. അതും വളരെ കുറച്ച് കാലം, 55 ദിവസം. അതെ. അപ്പോൾ നിലവിലൊരു പൊളിറ്റിക്കൽ സെനാറിയോ നോക്കുമ്പോൾ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ച് അവർക്കിടയിൽ നിന്ന് ഒരാൾ എന്നവർക്ക് കാണാവുന്നത്, അവരൊരു പ്രതിനിധിയായിട്ട് കാണാവുന്നത് ഷാഫി പറമ്പിലാണ്. അദ്ദേഹം ഒരു മതേതരവാദിയാണ് എങ്കിൽ പോലും ഇപ്പോൾ നമ്മൾ ഡീപ്പായിട്ട് നോക്കുമ്പോൾ പൊളിറ്റിക്കൽ ഇസ്ലാമിസം എന്നൊരു സംഭവം കേരളത്തിലുണ്ടോ, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുകളിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റ് അല്ലെങ്കിൽ ഇസ്ലാമിസം എന്നൊരു കാര്യം എങ്ങനെ ഉയർന്നു വരുന്നു? ഇത് ഇന്ന് മലബാർ ജേർണൽ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ന്യൂസ് പോർട്ടലിൽ വന്നിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. പരമായ വർഗീയ രാഷ്ട്രീയം കളിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഷാഫി പറമ്പിൽ. നമ്മൾ മലബാറിൽ കാണാത്ത വിധത്തിലുള്ള പൊളിറ്റിക്സ് ആണ് അദ്ദേഹം അവിടെ ഇറക്കുമതി ചെയ്തിരിക്കുന്നത്. അത് എങ്ങനെ പ്ലേ ഔട്ട് ചെയ്യും എന്നുള്ള കാര്യത്തിൽ, അത് പ്ലേ ഔട്ട് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ LDF നഷ്ടക്കച്ചവടം ചെയ്യും, അതിന് സംശയമൊന്നുമില്ല. അദ്ദേഹം കളിച്ച രാഷ്ട്രീയം അത് അൺആക്സെപ്റ്റബിൾ ആയിട്ടുള്ള രാഷ്ട്രീയം. കോൺഗ്രസ് പൊളിറ്റിക്സ് ഒന്നും അല്ല അത്. കോൺഗ്രസ്സുകാർ സാധാരണ കളിക്കുന്ന ഗെയിമൊന്നും അല്ല അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഗെയിം എങ്ങനെ പ്ലേ ഔട്ട് ചെയ്യും എന്നുള്ളത് കൂടി വളരെ പ്രധാനപ്പെട്ടാണ്. ഞാൻ കണക്കാക്കുന്നിടത്തോളം അതിഗംഭീരമായ രാഷ്ട്രീയ പോരാട്ടം നടക്കാൻ വേണ്ടി പോകുന്ന ഒരു സ്ഥലമാണ് കോഴിക്കോട് ജില്ല. അതിനുള്ള ബാക്ക്ഗ്രൗണ്ട് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഈ ജഗം സാർ പറഞ്ഞ ഈ ഷാഫി പറമ്പിലെ കാര്യമുണ്ടല്ലോ, ഈ കോൺഗ്രസിന് കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് വയ്ക്കാൻ പറ്റിയൊരു ജനകീയ മുഖം ഇതുവരെ ഇല്ലാതിരുന്നു. പണ്ട് നേതാക്കന്മാരുണ്ടാവും, ഉന്നത നേതാക്കന്മാരുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഈ കഴിഞ്ഞ 2001 ശേഷം ഈ DIC ഒക്കെ പുറത്തു പോയതിനു ശേഷം കോൺഗ്രസിന് ഒരു ജനകീയ മുഖം വെച്ചാൽ എല്ലാ കമ്മ്യൂണിറ്റിയെ ആകർഷിക്കുക, പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റി ആകർഷിക്കാൻ കഴിയുന്ന ഒരു മുഖമില്ലായിരുന്നു. പക്ഷെ ഷാഫി പറമ്പിൽ വന്ന ആ ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്തു. അപ്പൊ രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു അതിനകത്ത്. ഒന്ന്, ഈ പറയുന്ന പോലെ ഒരു കമ്മ്യൂണൽ ഫാക്ടറോടെ പ്രവർത്തിക്കുന്ന സംശയമില്ല. പക്ഷെ അപ്പോൾ ഒരു കോൺഗ്രസിന് ഒരു നേതാവ് എന്നുള്ള ധാരണ എല്ലാ കോൺഗ്രസ്സുകാർക്കും ഉണ്ടായി. അല്ല, എനിക്ക് അതിലുള്ളത് ഈ ഷാഫി പറമ്പിൽ എന്ന് പറഞ്ഞ വ്യക്തിയിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട. എന്നാൽ പോലും ഷാഫി പറമ്പിൽ ഒരു കമ്മ്യൂണൽ മുഖം എന്നല്ല ഞാൻ പറയുന്നത്, ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഒരു ആർട്ടിക്കുലേഷൻ എന്നുള്ള അവതരിക്കുന്നതിനേക്കാൾ കൂടുതൽ അത് വേറൊരു തലമുണ്ടായിരുന്നു. പൊളിറ്റിക്കൽ ഇസ്ലാമിനേക്കാൾ കൂടുതൽ മുസ്ലിം മുഖ്യമന്ത്രി എന്നുള്ളൊരു കേരളത്തിൽ ഇപ്പൊ CH മുഹമ്മദ് 45 ദിവസം ഇരുന്നതിനപ്പുറത്തേക്ക് ഒരു കേരളത്തിലെ ഏറ്റവും വലിയ കമ്മ്യൂണിറ്റിയാണ് മുസ്ലിം കമ്മ്യൂണിറ്റി, 28%. പക്ഷെ ഇന്നും അവർക്കൊരു മുഖ്യമന്ത്രി എന്ന് പറയുന്നത്, ഒരു ഫുൾ ഫ്ലഡ്ജ് മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഒരു നടക്കാത്ത സ്വപ്നം പോലെയാണ്. അപ്പോൾ ഷാഫി പറമ്പിൽ ഒരു പക്ഷേ ആ ഒരു സ്വപ്നം അവർ കാണുന്നെങ്കിൽ അവർ കുറ്റം പറയാൻ പറ്റില്ല. ഈഴവനും നായർക്ക് ക്രിസ്ത്യാനിക്കൊക്കെ മുഖ്യമന്ത്രി ആണെങ്കിൽ പിന്നെ മുസ്ലിം മുഖ്യമന്ത്രി ആയിരുന്നാ അതൊരു ഫാക്ടർ ഉണ്ട് അവിടെ. അപ്പൊ അത് പല ഘടകങ്ങളായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് മാത്രമേ. അവിടെയാണ് അതിന് പ്രശ്നം. അതായത് കേരളത്തിലെ മുഖ്യമന്ത്രിമാർ ഇപ്പൊ CH മുഹമ്മദ് കോയ മുസ്ലിം ലീഗിൽ മുഖ്യമന്ത്രിയാകുമ്പോൾ അദ്ദേഹം മുസ്ലിം ലീഗിന്റെ മുഖ്യമന്ത്രി ആണെങ്കിൽ ഒരു മുസ്ലിം മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്കല്ല CH മുഹമ്മദിനെ കാണുന്നത്. AK ആന്റണി ഉമ്മൻചാണ്ടി ക്രിസ്ത്യൻ മുഖ്യമന്ത്രിയാണെന്നൊക്കെ പറയുന്നത് അവരോടും അവരുടെ രാഷ്ട്രീയത്തോടും ചെയ്യുന്ന ഭീകരമായ ചരിത്രവിരുദ്ധതയാണ്. ഈ കമ്മ്യൂണിറ്റി ഒരു പക്ഷേ അങ്ങനെ ചിന്തിക്കാം, നമ്മൾ ചിന്തിക്കുന്നില്ലെങ്കിലും അവർക്കൊരു പക്ഷേ അങ്ങനെ ചിന്തിക്കാം. അത് അവർക്ക് വേണ്ടി നമ്മൾ ചിന്തിക്കരുത്, അവർക്ക് അങ്ങനെ ചിന്തിക്കാം. ഇതിൽ 3 പേരും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് പറയുന്നതെങ്കിലും ഈ 3 പേരുടെയും അഭിപ്രായം എത്തിച്ചേരുന്നത് ഒരേ ദിശയിലേക്കാണ്. അതായത് CH മുഹമ്മദ് കോയ ഒരു മതേതരവാദിയായിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് തന്നെയാണ് കണ്ടിട്ടുള്ളത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റെ പ്രതിനിധിയായിട്ടല്ല CH കണ്ടിരുന്നത്. അതോടൊപ്പം തന്നെ ശ്രീ AK ആന്റണിയും ഉമ്മൻചാണ്ടിയും കണ്ടിട്ടുള്ളത് ഒരു പ്രത്യേക സമുദായത്തിന്, ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ ഭാഗമായിട്ടില്ല, കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു മുഖ്യമന്ത്രിയായിട്ടാണ് കണ്ടിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മറ്റ് EK നയനാരും VS അച്യുതാനന്ദനും ഉൾപ്പെടെ K കരുണാകരനും ഉൾപ്പെടെയുള്ള ആളുകളെയൊക്കെ കണ്ടിട്ടുള്ളത്, EMS ഉൾപ്പെടെയുള്ള ആളുകളെയൊക്കെ കണ്ടിട്ടുള്ളത് ഒരു പ്രത്യേക സമുദായത്തിൻ്റെ ആളുകളായിട്ടല്ല,
മറിച്ച് അവരെ ഒരു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നുള്ള രീതിയിലാണ്, എല്ലാ സമുദായങ്ങളുടെയും പ്രതിനിധി എന്നുള്ള രീതിയിലാണ്. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. കാരണം ഈ ചർച്ചയിൽ തന്നെ പറയുന്നതും മറ്റു പല ആളുകളും സംസാരിച്ചു കൊണ്ടിരിക്കുന്നതും, എന്നാൽ ഏറ്റവും പ്രധാനമായിട്ടും ഏറ്റവും ഗൗരവത്തോടുകൂടി കേരളം ചർച്ച ചെയ്യേണ്ടതുമായിട്ടുള്ള ഒരു വിഷയമാണ് ഈ ഷാഫി പറമ്പിൽ എന്ന് പറയുന്നത് എന്ന കാര്യത്തിൽ രണ്ട് വാക്കുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം ഷാഫി ഉയർത്തിക്കൊണ്ടുവരുന്ന രാഷ്ട്രീയം ഇപ്പം നമുക്ക് വേറെ ഒന്നും വേണ്ട, ടി സിദ്ദിഖിനെയും അതോടൊപ്പം തന്നെ ഷാഫി പറമ്പിലിനെയും ഒന്ന് അസസ് ചെയ്താൽ മതി. ഷാഫി പറമ്പിൽ ചിരിക്കുകയും എന്നാൽ പുറകിൽ നിന്ന് പണി തരികയും ചെയ്യുന്നയാളാണ്. എത്രയോ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഭാവി ഇല്ലാതാക്കിയ ഒരു ക്യാരക്ടറാണ് ഷാഫി എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഷാഫിയുടെ പല പ്രാവശ്യമുള്ള പിടിവാശികൾ, ഷാഫിയുടെ പിടിവാശി കൊണ്ടാണല്ലോ രാഹുൽ മാങ്കൂട്ടം പാലക്കാട് സ്ഥാനാർത്ഥിയായിട്ട് എത്തുന്നത്. അതോടൊപ്പം തന്നെ ഷാഫി പറമ്പിലിൻ്റെ പിടിവാശി കൊണ്ടാണല്ലോ ഇപ്പോൾ വീണ്ടും പിഷാരടി പാലക്കാട് സ്ഥാനാർത്ഥിയാകാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം ഷാഫിയെ സംബന്ധിച്ചിട്ട് ഷാഫിയുടെ ഒരു ബലം എന്ന് പറയുന്നത് ഷാഫിയുടെ സമുദായം തന്നെയാണ്. ഈ ഷാഫിയുടെ ഈ സമുദായത്തിൻ്റെ ശക്തി അത് കോൺഗ്രസിലേക്ക് ഇൻജക്റ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ വലിയൊരു അപകടമുണ്ട്. നമ്മുടെ സംസ്ഥാനത്തെ മുസ്ലിങ്ങളെല്ലാം മതേതര സ്വഭാവത്തോടു കൂടി മുൻപോട്ട് പോകുന്ന ആളുകളാണ്. കാരണം ഈ അടുത്ത കാലത്ത് എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തായിട്ടുള്ള ഒരു ആളിനോട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഐക്യോട് സംസാരിക്കുന്ന സമയത്ത് ഐക്യ പറയുകയാണ്, എന്നോട് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കേരളത്തിൽ താമസിക്കുന്ന മുസ്ലിങ്ങൾക്കൊക്കെ അവർ മതേതരവാദിയാണ് എന്ന് തെളിയിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. പണ്ടൊന്നും ഇങ്ങനെ ആയിരുന്നില്ല. ഇവിടെ 28% വരുന്ന മുസ്ലിം സമുദായാംഗങ്ങൾ ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അവരിൽ നിന്നൊരു മുഖ്യമന്ത്രി ഉണ്ടാകുന്നതിലും ഇവിടെ കേരളത്തിൽ ആർക്കും എതിർപ്പില്ല. ഇപ്പോൾ ടി സിദ്ദിഖോ അല്ലെങ്കിൽ CPM എന്ന് മുഹമ്മദ് റിയാസോ അല്ലെങ്കിൽ AM ഷംസീറോ ഒക്കെ മുഖ്യമന്ത്രി ആവുന്നതിൽ ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? ടി സിദ്ദിഖ് അല്ലെങ്കിൽ MM ഹസൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തെ നമ്മൾ കാണുന്നത് എങ്ങനെയായിരിക്കും? പക്ഷെ ഇവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് ഷാഫി പെരുമാറുന്നത്. അതായത് മലബാറിൽ കൃത്യമായിട്ട് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ മുഴുവൻ പിന്തുണ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന രീതിയിലുള്ള കോപ്രായങ്ങൾ എന്ന് മാത്രമേ പറയാം. അതിനെ രാഷ്ട്രീയമെന്നും പറയാൻ സാധിക്കത്തില്ല. അതിന് മുസ്ലിം ലീഗിന്റെ പിൻബലവുമുണ്ട്. ഒരു ജനകീയ മുഖം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അതിനു വേണ്ടി. ഏത് പിൻബലം ഇങ്ങനെ സംഘടിപ്പിക്കുമ്പോഴും അത് ഈ സമുദായ ധ്രുവീകരണമല്ല എന്നൊരു ഫീല്, ആ ഫീൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തെ കൂട്ടു നിർത്തിയിരുന്നത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തെ എന്തിനാണ് കൂട്ടു നിർത്തിയിരുന്നത്? നായർ സമുദായത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ. ഇപ്പോൾ പാലക്കാട് നിന്ന് ഷാനിബ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹം പാർട്ടി വിട്ടുപോയി. കാരണം എന്താണ്? ഷാഫിയോടുള്ള എതിർപ്പ് കൊണ്ടാണ്. കാരണം ഇങ്ങനെ ഒരുപാട് ആളുകളെ മാറ്റി നിർത്തുകയും ഇപ്പൊ ടി സിദ്ദിഖിനെ കൽപ്പറ്റയിലെ സീറ്റ് നിഷേധിച്ചുകൊണ്ട് അവിടെ ഇപ്പോൾ ശ്രേയാംസ് കുമാറിനെ മത്സരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നതിന് പിന്നിൽ ആരാണ്? ഷാഫി പറമ്പിലാണ്. അപ്പോൾ ഷാഫി പറമ്പിലിന് എപ്പോഴും അറിയാം തൻ്റെ കൂടെ പ്രബലമായ ഒരു സമുദായത്തിന്റെ പിന്തുണ തനിക്കുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം തന്നെ ഒരു ചുക്കും ചെയ്യില്ല എന്നുള്ളൊരു ധാർഷ്ട്യം, ആ ധാർഷ്ട്യത്തെ നമ്മൾ ഭയക്കണം. അത് മതേതരത്വമല്ലത്. അത് ഈ ചർച്ചയിൽ ഇവർ പറയുന്ന പോലെ തന്നെ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ സ്വഭാവം അതിനുണ്ട്. അത് അപകടമാണത്. കേരളത്തിൽ ജാതിയോ മതമോ ഒന്നും നോക്കാതെ ജീവിക്കുന്ന മനുഷ്യരാണുള്ളത് എന്ന് പറയുമ്പോഴും ചില ജാതി വ്യവസ്ഥകൾ കേരളത്തിലുണ്ട് എന്നുള്ള പച്ചയായ യാഥാർത്ഥ്യം നമുക്ക് മറന്നു കളയാനും സാധിക്കത്തില്ല. എങ്കിൽ തന്നെ ഈ മതത്തിന്റെ പേരിലൊക്കെ കേരളത്തിൽ ഇന്നുവരെ വർഗീയ ലഹളകൾ വളരെ കുറവാണ്. അങ്ങനെയുള്ളൊരു സ്പേസിലേക്കാണ് ഈ പൊളിറ്റിക്കൽ ഇസ്ലാം എന്നൊരു കോൺസെപ്റ്റ് പോകുമ്പോൾ അത് മലയാളികൾ ഭയക്കേണ്ടതുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഈ മുസ്ലിം മൈനോറിറ്റിയുടെ കൂടുതലായിട്ടുള്ള പിന്തുണ ആർക്ക് പോയിക്കൊണ്ടിരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അത് പോയിക്കൊണ്ടിരുന്നത് LDFന്റെ പക്ഷത്തേക്കാണ്. ബാബറി മസ്ജിദ് തകർത്തതിന് ശേഷം അഭയം തേടിപ്പോയിട്ടുള്ള ഒരുപാട് ആളുകൾ LDFന്റെ പക്ഷത്തുണ്ട്. അന്ന് മുസ്ലിം ലീഗ് എടുത്ത നിലപാടുകളെ കുറിച്ചൊക്കെ നമ്മൾ പലപ്പോഴും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതിന് കാരണം മുസ്ലിം ലീഗ് അന്ന് വളരെ സൈലന്റ് ആവാൻ കാരണം എന്താണെന്നറിയോ? അന്ന് മുഖ്യമന്ത്രിയായിട്ടിരുന്ന ശ്രീ K കരുണാകരനാണ്. ശ്രീ K കരുണാകരൻ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന PV നരസിംഹറാവിനെ ഫോണിൽ വിളിച്ചിട്ട് വാട്ട്സ് ഹാപ്പനിങ് മിസ്റ്റർ PM എന്ന് ചോദിച്ചു. ആ ഒരു ചോദ്യത്തിന്റെ ബലത്തിൽ തന്നെയാണ് അന്നത്തെ മുസ്ലിം ലീഗ് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകാതെ സംയമനം പാലിച്ച് ഈ സംസ്ഥാനത്ത് ഒരു സമാധാന അന്തരീക്ഷം സൃഷ്ടിച്ചത്. അത് ശ്രീ K കരുണാകരന്റെ മേലുള്ള വിശ്വാസമായിരുന്നു മുസ്ലിം ലീഗിന്. അല്ലെങ്കിൽ CH മുഹമ്മദ് കോയയോട് കേരളത്തിന്റെ ജനങ്ങൾക്കുണ്ടായിരുന്ന ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. എന്തിന് MK മുനീറിനോടും PK കുഞ്ഞാലിക്കുട്ടി സാഹിബിനോടും ഒക്കെയുള്ള ആ ഒരു കാഴ്ചപ്പാടിലാണോ നമ്മൾ ഷാഫിയെ കാണുന്നത്? ഷാഫിയുടെ ആൾക്കൂട്ടങ്ങളെ സൃഷ്ടിക്കുന്നത് എങ്ങനെയാണ്? ഷാഫി വടകരയിൽ ചെന്നിറങ്ങിയപ്പോൾ ലക്ഷങ്ങൾ അവിടെ എത്തി. അതെങ്ങനെ എത്തുന്നതാണത്? അതന്നും വെറുതെ എന്നൊരു സംഭവമാണ്. അത് എങ്ങനെ എത്തുന്നത് എങ്ങനെയാണിത്? ഇതിനൊക്കെ ഒരു സമുദായത്തിന്റെ പിന്തുണയുണ്ട്. ആ ഒരു സമുദായത്തിന്റെ പിന്തുണയുമായിട്ടാണ് ഷാഫി പറമ്പിൽ പലയിടങ്ങളിലും പോകുന്നത്. ഇപ്പൊ ഷാഫി പറമ്പിൽ ധർമ്മടത്ത് മത്സരിക്കാൻ പോവുകയാണ് എന്ന് പറയുന്നു. അല്ലെങ്കിൽ ധർമ്മടത്ത് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തെ മത്സരിപ്പിക്കണം എന്നുള്ളൊരു പിടിവാശിയിലാണ് ഉള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഷാഫിയുടെ പിടിവാശികൾ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഷാഫിയുടെ ശക്തി എന്ന് പറയുന്നത് ഈ പറഞ്ഞ സമുദായത്തിന്റെ പിന്തുണയാണ്. ആ സമുദായത്തിന്റെ പിന്തുണയിൽ കോൺഗ്രസിനെ കീഴടക്കാം അല്ലെങ്കിൽ കീഴ്പ്പെടുത്താം എന്നാണ് ധരിക്കുന്നത് എങ്കിൽ
അത് കോൺഗ്രസിന്റെ നാശത്തിനായിരിക്കും. മറ്റ് സമുദായത്തിൽപ്പെട്ട ആളുകൾ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ നിന്ന് അകലുന്ന കാഴ്ച നമ്മൾ കാണേണ്ടി വരും. ഇങ്ങനെ ആയിരുന്നില്ലെന്നേ കോൺഗ്രസിന്റെ പല സീനിയർ നേതാക്കന്മാരോട് സംസാരിച്ചു നോക്ക്. അവരൊക്കെ പറയുന്നത് കോൺഗ്രസിന്റെ കാഴ്ചപ്പാടുകൾക്കും നയങ്ങൾക്കും വ്യത്യസ്തമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ന് സംസ്ഥാനത്ത് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഒരു ആൾക്കൂട്ടമാണ്. ആയിരക്കണക്കിന് ആളുകളുടെ രക്തസാക്ഷിത്വം കൊണ്ട് കെട്ടിപ്പടുത്തിട്ടുള്ള ഒരു പ്രസ്ഥാനം തന്നെയാണ് ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. പക്ഷേ ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ചില ആളുകൾ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ പലപ്പോഴും നമ്മൾ കോൺഗ്രസിനെ വിമർശിക്കുന്ന സമയത്ത് പലരും വന്നിട്ട് പറയുന്നുണ്ട് കോൺഗ്രസിന്റെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്ന്. അതിന് മറുപടിയായിട്ട് നമ്മൾ പല പാർട്ടി പറഞ്ഞിട്ടുള്ള കാര്യമാണ്, കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരുവന്റെയും തറവാട് സ്വത്തല്ല. കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഇന്ത്യയിലുള്ള ഏത് പാർട്ടിക്കാരനും അവകാശപ്പെട്ടതാണ്. എല്ലാ പാർട്ടികളുടെയും ബേസ് എന്ന് പറയുന്നത്, തറവാട് എന്ന് പറയുന്നത് അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അതല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സോണിയാഗാന്ധിയും കൂടി ഉണ്ടാക്കിയെടുത്തതൊന്നല്ല ഈ കോൺഗ്രസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടം കൂടി ഉണ്ടാക്കിയെടുത്തതല്ല ഈ കോൺഗ്രസ് എന്ന് പറയുന്നത്. അപ്പൊ കോൺഗ്രസ് രാഷ്ട്രീയമായ പോരാട്ടത്തിനാണ് തയ്യാറെടുക്കേണ്ടത്. കേരളത്തിലെ മതേതര വിശ്വാസികളായിട്ട് മുസ്ലിം സമുദായാംഗങ്ങളും അതോടൊപ്പം തന്നെ ക്രിസ്ത്യൻ സമുദായങ്ങൾക്ക് ഇടയിലും കുറച്ച് തീവ്രതയുള്ള ആളുകളുണ്ട്. കാസ എന്ന് പറഞ്ഞുകൊണ്ട് തീവ്രവാദികൾ തന്നെയാണ് അവര്, ഒരു സംശയവും വേണ്ട. അതോടൊപ്പം തന്നെ ഹിന്ദു തീവ്രവാദികളുണ്ട്, ഇല്ലാന്നൊന്നും പറയാൻ നമുക്ക് സാധിക്കത്തില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സാമുദായിക തീവ്രവാദത്തിലേക്ക് പോകാതെ കേരളത്തിലെ എല്ലാ സമുദായത്തിൽപ്പെട്ട ആളുകളും പൊളിറ്റിക്കൽ ഫൈറ്റിലേക്കാണ് വരേണ്ടത്. മറിച്ച് ഇപ്പോൾ ഞാൻ പറഞ്ഞു ലത്തീൻ സഭ ഇപ്പോൾ കോൺഗ്രസിനെ ത്രെട്ട് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. തൃശ്ശൂർ രൂപത കോൺഗ്രസിനെ ത്രെട്ട് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ഞാൻ പറയുന്നത് സമുദായം ഏതോ ആയിക്കൊള്ളട്ടെ, ഈ സമുദായങ്ങളുടെ ഈ പിന്തുണയിൽ ഒരു രാഷ്ട്രീയ നേതാവ് വളർന്നു വന്നു കഴിഞ്ഞാൽ അത് ആ സമുദായത്തിന് വേണ്ടിയിട്ട് മാത്രമേ പ്രവർത്തിക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. ഒരു സമുദായത്തിൽ നിന്നും കേരളത്തിൽ നേതാക്കന്മാർ ഉണ്ടാവരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം രാഷ്ട്രീയക്കാരൻ എപ്പോഴും രാഷ്ട്രീയക്കാരനായിരിക്കണം. അവൻ രാഷ്ട്രീയം സംസാരിക്കണം. അവൻ്റെ മുമ്പിൽ ജാതിയോ മതമോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഷാഫി പറമ്പിൽ എന്ന് പറയുന്നത് കോൺഗ്രസിനകത്ത് സൃഷ്ടിക്കാൻ പോകുന്ന അപകടം നിസാര അപകടമല്ല. ഈ അപകടത്തെ കേരളം തിരിച്ചറിയാത്ത പക്ഷം ആദ്യം കോൺഗ്രസ് തീരും. അതിനപ്പുറത്തേക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് വരും നാളുകളിൽ നമുക്ക് നോക്കിക്കാണേണ്ടി വരും. അതുകൊണ്ട് ഷാഫി പറമ്പലിൻ്റെ രാഷ്ട്രീയം അത് കോൺഗ്രസ് രാഷ്ട്രീയത്തിന് യോജിച്ച ഒന്നല്ല. അത് നമ്മൾ എടുത്തു വെച്ച് പറയുമ്പോൾ മറ്റു പല സംഘടനകളും പാർട്ടികളും ഒക്കെ ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. അത് നമുക്ക് ഈ അവസരത്തിൽ പറയുന്നത് ഉചിതമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നില്ല. വർഗീയ ധ്രുവീകരണത്തിലൂടെ രാഷ്ട്രീയത്തിൽ വോട്ട് നേടുന്നത് നമ്മുടെ ജനാധിപത്യത്തിന് ഭൂഷണമല്ല എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കാം.